ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായ സമയം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് രീതിയിൽ ഘോഷിതരായിരിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിരിക്കുന്ന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ PC ബിജു അവർ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന പ്രത്യാശ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറായിരിക്കുന്ന PP മേനാച്ചേരി അവർ, അതുമാത്രമല്ല അമല ഫെലോഷിപ്പിന്റെ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ മനുഷ്യ സ്നേഹിയും ഒത്തിരി കാര്യങ്ങൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ശ്രീ ജോർജ് കുര്യൻ അവർ, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ റാഫേൽ, അദ്ദേഹം ബോഡി ബിൽഡിങ്ങിലും ജിംനേഷ്യത്തിലൊക്കെ വളരെ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ്. കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഒരു വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അവരെയൊക്കെ ഓർത്ത് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അവരുടെ സാന്നിധ്യം തീർച്ചയായും ഈ മീറ്റിങ്ങിന് ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കോസ്റ്റ് എന്നൊരു സംഘടന, ഞാൻ BP മേനാച്ചേരി അവരോട് ചോദിച്ചു, എന്താണ് ഈ കോസ്റ്റിൻ്റെ പിന്നിൽ? അദ്ദേഹം എന്നോട് പറഞ്ഞു, കോർഡിനേഷൻ ഓഫ് സ്പെഷ്യൽ ടീച്ചേഴ്സ്. എനിക്ക് മനസ്സിലായി, ഒത്തിരി കോസ്റ്റ് കൊടുക്കാതെ ഈ പദവി വഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ കൊരട്ടിയിലെ MM ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. 82 ഞാൻ അവിടെ നിന്ന് SLC പാസ്സായി പുറത്തേക്ക് വരുന്നത്. ആ കൊല്ലമാണ്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊല്ലമാണ് അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം ആരംഭിച്ചത്. എല്ലാ സ്ഥലത്തെയും നന്നായി പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒറ്റ ക്ലാസ്സിലാക്കിയാണ് ക്ലാസ് ആരംഭിച്ചത്. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടി. അപ്പോൾ അധ്യാപകർ വന്നിട്ട് ചോദിക്കും, കണക്കിൻ്റെ റിസൾട്ട് വന്നു, ഏറ്റവും കൂടുതൽ മാർക്കാർക്ക? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കും. എല്ലാത്തിലും ജയിച്ചവർ എഴുന്നേറ്റ് നിൽക്കൂ. 3 പേരുടെ പേര് ചോദിക്കും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ അങ്ങനെ പരീക്ഷ പേപ്പർക്ക് കിട്ടിക്കഴിയുമ്പോൾ സാർമാർ വന്ന് ചോദിക്കും, എല്ലാത്തിലും ജയിച്ചവർ എത്ര പേരുണ്ട്? അപ്പോൾ ഒരു 10-12 പേര് എഴുന്നേറ്റ് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ചോദിക്കും, എല്ലാത്തിലും തോറ്റവർ എത്ര പേരാണ്? അപ്പോൾ ഒരു 5-6 പേര് എഴുന്നേറ്റ് നിൽക്കും. സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ദുഃഖമുളവാക്കിയിട്ടുണ്ട്. പഠിക്കുന്നവർക്കും അതിന് കഴിവുള്ളവർക്കും ഒക്കെയും പ്രത്യേകമായിട്ട് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായത്. എൻ്റെ വൈഫ് ഒരു ബാങ്ക് ഓഫീസറായിരുന്നു. പാട്ട് പാടിയത് എൻ്റെ വൈഫാണ്. ബാങ്ക് ഓഫീസർ ജോലിയൊക്കെ താൻ റിസൈൻ ചെയ്ത് കേരളത്തിൽ വന്നപ്പോൾ, കേരളത്തിൽ ഈ ചാലക്കുടിയിൽ CMI പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ 10 വർഷക്കാലം താൻ കുട്ടികളുടെ ഒരു അധ്യാപികയായിട്ട്. അതിനുശേഷം ദുബായിൽ പോയി അവിടെയും ഒരു വളരെ പ്രശസ്തമായ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡാഡി, നമ്മുടെ ഇവിടെ കേരളത്തിലെ സ്കൂൾ പോലെ അല്ല കേട്ടോ ദുബായിലെ സ്കൂൾ. അപ്പം ചോദിച്ചാൽ എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, ആകെ 24 കുട്ടികളെ ഉള്ളൂ പഠിപ്പിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് ഈ കുട്ടികളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കണം. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാവുന്നത്, ഒരു ഇടത്തരമായിട്ട് ചെയ്യുന്നവർ, തീരെ ചെയ്യാത്തവർ, എന്നിട്ട് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ആർക്ക് കൊടുക്കണം? ഏറ്റവും ഈ 3ാമത്തെ ഇതിലുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ എങ്ങനെയും വളരെ മിടുക്കന്മാരുമാക്കി മാറ്റണം. അതാണ് നിങ്ങളുടെ പ്രാഥമികവും ഏറ്റവും ഔന്നത്യമുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് ജോബ് എന്ന് അവിടുത്തെ മാനേജ്മെന്റ് പറയാൻ ഇടയായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിശ്ചയമായിട്ടും സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന പദവി
നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു അതുല്യമായ ഒരു സേവനം. എനിക്കത് നന്നായി അറിയാം. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനെ തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്നു. പിന്നെ മെയിനായിട്ട് ഞങ്ങളൊക്കെ കുറേശ്ശെ പറയുള്ളൂ. പ്രധാനമായിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് പ്രിയപ്പെട്ട സാർ. അദ്ദേഹത്തെ ദീർഘനാളുകളായിട്ട് എനിക്കറിയാം. വളരെ മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ നാൾ മുതൽ എനിക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രമാത്രം ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുവാനായിട്ടുണ്ട്. സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവര് ഒത്തിരി പ്രത്യേകതയുള്ളതാണ്. അവരൊത്തിരി ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളതാണ്. ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫിസിക്കലി ചാലഞ്ചഡായിട്ടും ഓട്ടിസം ബാധിച്ചു അതുപോലുള്ള പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ദീർഘക്ഷമ വേണം. എന്ത് വേണം? ദീർഘക്ഷമ. ദീർഘം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്ന് പറയുമ്പോൾ അതിനും ദീർഘമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ദീർഘമുള്ളവരായിരിക്കണം ടീച്ചേഴ്സ് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും. അത് മാത്രമല്ല, അവർ ഒരു പ്രശ്നപരിഹാരമുള്ള ചെയ്യുന്നവരായിരിക്കണം. ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഒത്തിരി സൊല്യൂഷൻസിലേക്ക് കടന്നു വന്ന് വളരെ ക്രിയേറ്റീവ് ഐഡിയാസോടുകൂടെ വളരെ പ്രത്യേകതയോടുകൂടി പഠിപ്പിക്കേണ്ടവരാണ് ഈ ടീച്ചേഴ്സ്. എനിക്കറിയാം നിങ്ങളത് ചെയ്യുന്നവരാണ് എനിക്കറിയാം. എന്നാൽ നിങ്ങളെ അനുഭവിക്കാനും നിങ്ങളെ മാനിക്കുവാനും പലപ്പോഴും പലരും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഇങ്ങനൊരു അവസരം ഇവിടെ ഉണ്ടായതോർത്ത് ഞാൻ സാറിനെയും കോസ്റ്റ് എന്ന് പറയുന്ന സംഘടനയെയും അതുപോലെ തന്നെ ഇത് വിജയമാക്കാൻ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അക്ഷരാർത്ഥത്തിൽ അഭിനന്ദിക്കുക. സമൂഹത്തിൽ ഞാനൊരു പാസ്റ്ററാണ്, ഒരു ആത്മീയ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നേരത്തെ ഒരു പോളിമർ കൺസൾട്ടൻ്റാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രകാശം ഈസ് വിസിബിൾ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഉപ്പ് എന്ന് പറയുന്നത് ലയിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. അതിന് രുചി കൊടുക്കാൻ കഴിയും, സൗഖ്യമാക്കാൻ കഴിയും, ഗൈഡൻസ് കൊടുക്കാൻ കഴിയും, അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ കുട്ടികൾക്ക് ഒരു ഉപ്പും അതുപോലെ തന്നെ പ്രകാശവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓട്ടിസം ബാധിച്ചോ അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡായിട്ടോ വരുന്ന കുട്ടികൾ അവർ യാതൊരു തെറ്റും ചെയ്തിട്ടല്ല അവരങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഒത്തിരി മനസ്സലിവും ഒത്തിരി സ്നേഹവും ഒത്തിരി കരുതലും സമൂഹത്തിൽ നിന്നും അധികാരികളിൽ നിന്നും അവർ അർഹിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഡ്രൈവർമാർ സാധാരണ ഡ്രൈവർമാരല്ല. അവര് യഥാർത്ഥത്തിൽ ബലഹീനതയിൽ അവരെ താങ്ങുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നവര് സാധാരണക്കാരല്ല. അവര് ആ ഭക്ഷണത്തിൽ സ്നേഹത്തിലാണ് അവരെ ഭക്ഷണം ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതിനേക്കാൾ ഔന്നിത്യമായ സ്ഥാനം വഹിക്കുന്നു എന്നുള്ള സത്യം. അതുകൊണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കിയതോർത്തും അവരെ മാനിക്കാനായിട്ട് ഇങ്ങനൊരു അവസരം ഒരുക്കിയതോർത്തും പ്രത്യേകിച്ച് സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരം സംരംഭങ്ങളിൽ അനേകം സമൂഹത്തിലുള്ള ഇന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ പ്രിയ ടീച്ചർ പറയുവാനായിട്ടിടയായി, പലപ്പോഴും ഞങ്ങൾ ഈ ബഡ് സ്കൂളിലെ ടീച്ചർമാർ അല്ലെങ്കിൽ കുക്കുമാർ അല്ലെങ്കിൽ ഡ്രൈവർമാരെയൊക്കെ വേണ്ട വിധത്തിൽ സർക്കാർ മറ്റുള്ളവർ പരിഗണിക്കുന്നുണ്ടോ എന്നൊരു സംശയം
ഉണ്ട്. അതിനൊക്കെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് കഴിവുള്ള ഊർജ്ജസ്വലനായ ഒരു പ്രസിഡന്റാണ് ബിജു അവർ. അതുകൊണ്ട് ഈ കൊരട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. കൊരട്ടി പല സംസ്ഥാന അവാർഡ് നേടിയ പഞ്ചായത്താണ്. ഇനി അത് മാത്രമല്ല, കൊരട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തിന്റെ ഒത്ത നടുവെന്ന് പറയുന്നത് കൊരട്ടി. അതുകൊണ്ട് ഇവിടെ നിന്ന് ചില വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന കൊരട്ടി പഞ്ചായത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.